ഇവിടെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ആരിഫീങ്ങളുടെ സയ്യിദന്മാരുടെ കറാമത്ത് കൊണ്ടും മഹത്വം കൊണ്ടുമാണ് ഇസ്ലാം ഇവിടെ നിലനിന്നത്. പക്ഷേ ഒരു വലിയും ഒരു കുതുബും ശരീഅത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ശരീഅത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ശരീഅത്തിന്റെ ഉലമാ അവർ വലിയ കുതുബുകൾ, 4 മദ്ഹബിന്റെ ഇമാമുകൾ 4 പേരും വലിയ കുതുബുകളാണ്. ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു വലിയ കുതുബാണ് എന്ന് മാത്രമല്ല, ഷാഫി മദ്ഹബിന്റെ തർജീഹിന്റെ മുജ്തഹിദായി അറിയപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഉലമാക്കൾ എഴുതുന്നത് ഖുതുബുൽ ഉലമായി, ആ കാലഘട്ടത്തിലുള്ള ഉലമാഇന്റെ ഖുതുബ് എന്നാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം നവവി ഖുതുബായിരുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വലിയ ഖുതുബായിരുന്നു. ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഖുതുബായിരുന്നു. ഇമാമു ദാരിൽ ഹിജ്റത്തി ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഖുതുബ് ആണ്. അഹ്മദ് ബിൻ ഹംബൽ ഖുതുബ് ആണ് എന്ന് പറഞ്ഞാൽ ഖുതുബ് എന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാർ അവരിലേക്ക് മടങ്ങുന്നു, ഔലിയാക്കൾ അവരിൽ നിന്ന് ഇൽമു പഠിക്കുന്നു, ഔലിയാക്കൾ അവരെ കൊണ്ട് വലിയ വലിയ സ്ഥാനം എത്തിക്കുന്നു. ചെറുപ്പക്കാരെ, സുഹൃത്തുക്കളെ, അതുകൊണ്ട് നാം ഇവിടെ 2 കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഈ ഔലിയാക്കളുടെ, കുതുബുകളുടെ, ഗൗസുകളുടെ, ഉലമാക്കളുടെ ഒരു സമൂഹമാണ്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തത്, ചില ആള് ഔലിയാണ്, മറ്റതാണ് വർത്താന്ന് പറഞ്ഞിട്ട് വന്നിട്ട് നിസ്കരിക്കാതെ മനുഷ്യനെ ആക്കിക്കളയുന്നവരുണ്ട്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ശരീഅത്ത് മുറുകെ പിടിക്കാത്ത ഒരു വലിയും ഇല്ല, ശരീഅത്ത് മുറുകെ പിടിക്കാത്ത ഒരു കുതുബും ഇല്ല. എല്ലാ കുതുബുകളും, എല്ലാ വലികളും, എല്ലാ സൂഫി വര്യന്മാരും ശരീഅത്ത് മുറുകെ പിടിക്കുന്നവരാണ്.